നമുക്കിനി വാതരക്ത ചികിത്സയെപ്പറ്റി പഠിക്കാം. അപ്പോൾ വാതരക്ത ചികിത്സ എന്ന് പറയുമ്പോൾ വാതരക്തത്തിൻ്റെ മാത്രമല്ല ഏതൊരു ചികിത്സയായിട്ടുണ്ടെങ്കിലും ഞാൻ ഫൈനൽ ഇയർ വരെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഈ തൈലങ്ങൾ എടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കഷായങ്ങൾ എടുക്കുന്നു, ചില സ്ഥലങ്ങളിൽ ചൂർണങ്ങൾ എടുക്കുന്നു, ഇതിന് പിന്നിലുള്ള ലോജിക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പിന്നിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ബാക്കിയാണ്. അതായത് സ്നേഹനത്തിനായിട്ട് തൈലം എടുക്കണോ ഘൃതം എടുക്കണോ, ഇനി ഘൃതങ്ങളിൽ തന്നെ ആയാലും ഒരു 100 കൂട്ടം ഘൃതങ്ങളുണ്ട്, 100 കൂട്ടം തൈലങ്ങളുണ്ട്, ഇതിലേതായിരിക്കും ഇവിടെ യോജിക്കുന്നത്? അതുപോലെ തന്നെ പിത്തത്തിനെ കുറയ്ക്കുന്ന തൈലങ്ങളായാലും കുറേയുണ്ട്, കഫത്തിനെ കുറയ്ക്കുന്ന തൈലങ്ങളായാലും കുറേയുണ്ട്, ഇതിലേത് നമ്മൾ സെലക്ട് ചെയ്യും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഒരു ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് മനസ്സിലുണ്ടാവുന്നതാണ്. മിക്ക ആൾക്കാരും പറയുന്നത് ഈ ആയുർവേദത്തിലെ മരുന്നുകൾ എഴുതുന്നതിന് ലോജിക്കില്ല, നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല എന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയുർവേദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു ലോജിക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ചികിത്സ പോകുന്നത്. ആ ലോജിക്ക് എന്ന് പറയുന്നത് ഫൈനൽ ഇയറിലെ ഒരു കാര്യത്തിനെ മാത്രം, അഥവാ കായ ചികിത്സ എന്ന സബ്ജക്റ്റിനെ മാത്രം ആശ്രയിച്ചല്ല ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന അഷ്ടാംഗ ഹൃദയം, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന നിദാനം, പിന്നെ പഠിക്കുന്ന പഞ്ചകർമ്മ, ദ്രവ്യഗുണം, ഇങ്ങനെയുള്ള പല ബ്രാഞ്ചസിനെ എല്ലാത്തിനെയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കായ ചികിത്സയിൽ അല്ലെങ്കിൽ ശല്യതന്ത്രത്തിലായാലും ശാലാക്യത്തിലായാലും എന്തുകൊണ്ട് ഈ ചികിത്സ നമ്മളിവിടെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ദ്രവ്യഗുണവും അഷ്ടാംഗഹൃദയവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും നമുക്ക് ബൈഹാർട്ടായിരിക്കണം. അത് മനസ്സിലാക്കാതെ ഒരാൾ ഡയറക്റ്റ് ചികിത്സ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആയുർവേദ ചികിത്സ ബുദ്ധിമുട്ടുള്ളതാവുന്നത്. അതായത് നമ്മുടെ ഇതിൽ മിക്ക ടീച്ചർമാരും പറയുന്നത് കേൾക്കാം, അലോപ്പതിക്കാരെ പോലെ പനി വന്നിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോൾ എഴുതി കൊടുക്കുക എന്നുള്ള രീതിക്കല്ല നമ്മൾ ആയുർവേദത്തിൽ ചികിത്സിക്കുന്നത്. അതായത് ആയുർവേദത്തിൽ തന്നെ ആയാലും ഇപ്പോൾ ജ്വരത്തിന് വെട്ടുമാറൻ ഗുളിക കുടിക്കാം, സുദർശനം ഗുളിക കൊടുക്കാം, അല്ലെങ്കിൽ വില്വാദി ഗുളിക കൊടുക്കുന്ന കേസുകളുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ജ്വരത്തിന് വെട്ടുമാറൻ ഗുളിക നല്ലതാണെന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും ജ്വരം ഉണ്ടെങ്കിൽ വെട്ടുമാറൻ ഗുളിക എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെയും അസുഖം മാറില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചികിത്സ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചികിത്സയെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ജസ്റ്റ് എക്സാമിന് എഴുതാൻ ഇത്രയും കാര്യങ്ങൾ ആവശ്യമില്ല, കാരണം ഇത്രയും എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾ ചുരുക്കി പേര് മാത്രം എഴുതി വെച്ചാൽ മതി യോഗങ്ങളുടെ. എന്നാൽ ആ യോഗം എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഡ്രഗ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് ഈ പറയുന്ന രീതിക്ക് ചിന്തിച്ച് വേണം ഒരു ആയുർവേദ സ്റ്റുഡൻറ്റ് മനസ്സിലാക്കാൻ. അപ്പം നമുക്ക് വാതരക്ത ചികിത്സ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് രക്തമോക്ഷണ, ബട്ട് ബിഫോർ ബ്ലഡ് ലെറ്റിംഗ് സ്നേഹന ആൻഡ് സ്വേദന ഷുഡ് ബി ഡൺ. അതായത് ചികിത്സാസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, വാതരക്തത്തിൻ്റെ ചികിത്സയിലെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി രക്തം ദുഷിച്ചിരിക്കുന്നതിനാൽ രക്തമോക്ഷണമാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ പഞ്ചകർമ്മയെ പഠിക്കും, രക്തമോക്ഷം ചെയ്യുന്നതിന് മുമ്പ് സ്നേഹനവും സ്വേദനവും പ്രോപ്പറായി ചെയ്താൽ മാത്രമേ സമ്യക്കായിട്ട് നമുക്ക് രക്തമോക്ഷണം ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇത് പഞ്ചകർമ്മയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ നമ്മൾ സ്നേഹനവും സ്വേദനവും ചെയ്യേണ്ടത്? ഈ രക്തമോക്ഷണം എന്ന് പറയുന്നത് രക്തത്തെ നമ്മളെ ശരീരത്തിൽ നിന്ന് കളയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് രക്തം എന്ന് പറയുന്നത് ഒരു ധാതുവാണ്. അപ്പം രക്തമോക്ഷത്തിൻ്റെ ഫലമായിട്ട് ധാതുക്ഷയമാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ധാതുക്ഷയം എന്ന് പറയുന്നത് വാദത്തിനെ കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി വാദം ദുഷിച്ചിരിക്കുന്ന വാതരക്ത പേഷ്യൻറ്റിൽ നമ്മൾ കയറി രക്തമോക്ഷം ചെയ്യുന്നത് വഴി വാദം കൂടുതൽ ദുഷിക്കുകയും അയാളുടെ അസുഖം കോംപ്ലിക്കേഷനിലേക്ക് പോവുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷനും കൂടിയായിട്ടാണ്
നമ്മൾ സ്നേഹവും സ്വേദവും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹവും സ്വേദവും ചെയ്തിട്ടുണ്ടെങ്കിൽ വാദം കൂടാതിരിക്കുന്നത്? സ്നേഹനം ചെയ്യുന്നത് വഴി സ്നിഗ്ധ ഗുണം എന്ന് പറയുന്നത് വാദത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം. തത്ര രൂക്ഷ ലഘുശീതകര സൂക്ഷ്മശ്ചലോ അനിലഹ എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ പണ്ട് അഷ്ടാംഗ ഹൃദയത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ശ്ലോകം അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്നിഗ്ധത എന്ന് പറയുന്നത് രൂക്ഷഗുണത്തിൻ്റെ അഥവാ വാദത്തിൻ്റെ രൂക്ഷഗുണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ സ്നേഹനം ചെയ്യുന്നത് ഒരു പ്രിക്കോഷനായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ശീതഗുണം എന്ന് പറയുന്നത് വാദത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ സ്വേദനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ശീതഗുണത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും അതും പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് സ്നേഹസ്വേദനം ചെയ്തതിന് ശേഷം മാത്രമേ രക്തമോഷണം ചെയ്യാവുള്ളൂ എന്ന് ഈ കേസിൽ നിർബന്ധമായിട്ടും പറയുന്നത്. സോ നമ്മൾ ആദ്യം സ്നേഹനത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ സ്നേഹനം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. തൈലം ഉപയോഗിച്ച് ചെയ്യണോ ഘൃതം ഉപയോഗിച്ച് ചെയ്യണോ എന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തൈലത്തിൻ്റെയും ഘൃതത്തിൻ്റെയും ബേസിക് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. തൈലം എന്ന് പറയുന്നത് നാച്ചുറലി ഒരു വാതകരമായിട്ടുള്ള ഒരു വസ്തുവാണ്. എന്നാൽ അതിന് സ്നിഗ്ധത ഉണ്ടെങ്കിലും അത് കഫത്തിനെ കൂട്ടുന്നില്ല. അതായത് കഫപ്രധാനമായ വാതരക്തത്തിൽ നമ്മൾ മുമ്പ് ടൈപ്സ് വാതരക്തത്തിൻ്റെ പഠിച്ചു കഫപ്രധാനമായ വാതരക്തമുണ്ട് എന്ന്. അത്തരം കേസുകളിൽ നമ്മൾ സ്നേഹനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് തൈലം സൂട്ടബിൾ ആയിരിക്കുക. എന്നാൽ തൈലം തന്നെ പലതരത്തിലുള്ള തൈലങ്ങളുണ്ട്. നമ്മൾ നാരായണ തൈലം, മഹാനാരായണ തൈലം, ധന്വന്തരം തൈലം, പിണ്ടതൈലം, ഇങ്ങനെ പല തൈലങ്ങളുണ്ട്. നമ്മൾ ഏത് തൈലം സെലക്ട് ചെയ്യുന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും? അതിനാണ് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ചികിത്സാ സ്ഥാനത്തിൽ ചില പ്രത്യേക തൈലങ്ങളും പ്രത്യേക മറ്റ് യോഗങ്ങളും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള യോഗങ്ങൾ അങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ വാതരക്ത ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള ഒരു തൈലമാണ് ഗുഡൂജ്യാദി തൈലം. ഗുഡൂജ്യാദി തൈല ഈസ് വൺ അമംഗ് ദ തൈല മെൻഷൻഡ് ഇൻ വാതരക്ത ചികിത്സ. സോ നമുക്ക് കഫപ്രധാനമായിട്ടുള്ള വാതരക്തത്തിൽ സ്നേഹനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, എന്തുകൊണ്ടാണ് ചികിത്സയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ധന്വന്തരം തൈലമുണ്ട്, നാരായണ തൈലമുണ്ട്, അല്ലെങ്കിൽ പിണ്ടതൈലമുണ്ട്, ഇങ്ങനെ കുറേ തൈലങ്ങളുണ്ടെങ്കിലും ഇതിലൊന്നും പറയാത്ത ഗുഡൂജ്യാദി തൈലം സെലക്ട് ചെയ്തതെന്ന്. ഇതിന് കാരണം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗുഡൂജിയാണ്. ഈ ഗുഡൂജി ഇരിക്കുന്നത് മൂലം തന്നെ ഇതിൻ്റെ ഈ തൈലത്തിൻ്റെ പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലഘുവാണ്, സ്നിഗ്ധമാണ്, അതുപോലെ തന്നെ ഉഷ്ണവും മധുരവുമാണ്. ഡ്യൂ ടു ലഘു ആൻഡ് ഉഷ്ണ ഗുണ വി ക്യാൻ ഗിവ് ദിസ് ഇൻ കബജ കണ്ടീഷൻ. കാരണം കഫത്തിനെ കൂട്ടില്ല, കുറയ്ക്കും. ലഘുവും ഉഷ്ണവും ഗുണങ്ങൾ. വി മേ തിങ്ക് ദാറ്റ് ഉഷ്ണഗുണ ഇൻക്രീസസ് പിത്ത ബട്ട് ദ മധുരരസ ബാലൻസസ്. അതായത് പിന്നെ നമ്മൾ വിചാരിക്കും ഉഷ്ണഗുണമുള്ള തൈലം കൊടുക്കുന്നത് പിന്നെ ഈ രക്തദുഷ്ടിയുള്ള കേസിൽ നല്ലതായിരിക്കുമെന്ന്. കാരണം ഉഷ്ണം പിത്തത്തിൻ്റെ ഗുണമാണ്, അതുമൂലം പിത്തം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഉഷ്ണഗുണം മാത്രമല്ല ഉള്ളത്, മധുരരസവും കൂടിയുള്ള തൈലമാണ്. മധുരരസം പിത്തത്തിനെ ഓട്ടോമാറ്റിക്കലി കുറച്ചോളും. അപ്പോൾ കഫപ്രധാനത്തിൻ്റെ കേസ് നമുക്ക് മനസ്സിലായി. ഇനി വാതികമായിട്ടുള്ളതും പൈത്തികമായിട്ടുമുള്ള വാതരക്ത കേസുകളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ചൂസ് ചെയ്യുക? ഘൃതമായിരിക്കും ചൂസ് ചെയ്യുക. ഇനി ഘൃതത്തിൽ തന്നെ ചികിത്സാ സ്ഥാനത്തിൽ 2 ഘൃതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പരൂഷക ഘൃതവും ജീവനീയ ഘൃതവും. ഇനി എന്തുകൊണ്ടാണ് ഘൃതം ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഘൃത ഈസ് നാച്ചുറലി വാതപിത്തഹര ഡ്യൂ ടു ഇറ്റ്സ് സ്നിഗ്ധ ശീതഗുണ ആൻഡ് മധുരരസ. അതായത് ഘൃതത്തിന് നാച്ചുറലി സ്നിഗ്ധവും ശീതവും മധുരവുമായ പ്രോപ്പർട്ടികൾ ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വാതപിത്തഹരമാണ്. സോ ഇത് നമ്മൾ എവിടെ പഠിക്കും? പഞ്ചകർമ്മയിൽ സ്നേഹനം എന്നുള്ള ചാപ്റ്ററിൽ പിന്നെ ഘൃതത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കും. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഇയറിലേ നമ്മൾ പഠിക്കുന്നുണ്ട്. അഷ്ടാംഗ ഹൃദയത്തിൽ നമ്മൾ ഘൃതത്തിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ ഈ സാധനം പറയുന്നുണ്ട്.
പക്ഷേ ഘൃതങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞു പരൂഷക ഘൃതം ചികിത്സയിൽ പറയുന്നുണ്ട്, ജീവനീയ ഘൃതവും പറയുന്നുണ്ട്. ഏത് ഘൃതം ആൾക്ക് കൊടുക്കും എങ്ങനെയുള്ളതിൻ്റെ കൺഫ്യൂഷൻ മാറാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ഘൃതത്തിൻ്റെയും ഡീറ്റെയിൽസ് എഴുതി നോക്കുക. അതായത് പരൂഷക ഘൃതം മെയിൻ ഡ്രഗ് എന്ന് പറയുന്നത് പരൂഷകമാണ്. ജീവനീയ ഘൃതത്തിലെ മെയിൻ ഡ്രഗ് ജീവനീയ മഹാകഷായമാണ് ഉപയോഗിക്കുന്നത്. പരൂഷക ഘൃതം അതുകൊണ്ട് തന്നെ ലഘു, രൂക്ഷ, ശീത ഗുണമാണ് ഉള്ളത്. എന്നാൽ മധുര വിഭാഗമാണ്, കഷായ രസമാണ്. ഇനി ജീവനീയ ഘൃതമാണെങ്കിൽ അത് പരൂഷകത്തിനെ പോലെ ലഘുവല്ല, പകരം ഗുരുവാണ്. എന്നാൽ പരൂഷക ഘൃതത്തെ പോലെ രൂക്ഷവുമല്ല, പകരം സ്നിഗ്ധമാണ്. ബാക്കിയുള്ളതെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരെണ്ണം പരൂഷക ഘൃതം എന്ന് പറയുന്നത് ലഘുരൂക്ഷമാണ്, ജീവനീയ ഘൃതം എന്ന് പറയുന്നത് ഗുരുസ്നിഗ്ധമാണ്. അപ്പോൾ ലഘു രൂക്ഷ എന്ന് പറയുന്ന ഈ 2 പ്രോപ്പർട്ടിയും നമുക്ക് ഇപ്പോൾ ഒരാളുടെ വാതരക്തത്തിൽ വാദപ്രഡോമിനൻ്റ് ആണ് വാതരക്തമെങ്കിൽ നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലഘു, രൂക്ഷ ആൻഡ് ശീതഗുണ എന്തിനെ കൂട്ടും? വാദത്തിനെ കൂട്ടും. അപ്പോൾ ഇത് പരൂഷക ഘൃതം ഏറ്റവും സ്യൂട്ടബിൾ ഏതിലായിരിക്കും? പിത്ത പ്രഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും നല്ലത്. കാരണം പിത്തത്തിൻ്റെ നാച്ചുറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? പിത്തം സസ്നേഹ തീക്ഷ്ണോഷ്ണം ലഘുവിശ്രം സരം ദ്രവം. അതായത് പിത്തം സ്നേഹഗുണം ഉള്ളതാണ്, അഥവാ സ്നിഗ്ധമാണ്. അപ്പം നമ്മൾ രൂക്ഷ ഉപയോഗിക്കണം, ഓപ്പോസിറ്റായിട്ട്. തീക്ഷ്ണം ആയതുകൊണ്ടും നമ്മൾ ശീതഗുണം ഉപയോഗിക്കണം. പിന്നെ ഇത് ലൈറ്റാണ്, ലഘുവാണ്. അപ്പോൾ പിത്തത്തിനെ ശമിപ്പിക്കും. റെഡ്യൂസ് പിത്ത ഷുഡ് ബി ഗിവൺ ടു സ്ഥൂല പേഷ്യൻ്റ് ഡ്യൂ ടു ഇറ്റ്സ് ലഘു, രൂക്ഷ ആൻഡ് കഷായ രസ. പിന്നെ വേറെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ദോഷം സെലക്ട് ചെയ്യുന്നത് മനസ്സിലായി, പിത്തത്തിനാണ് പരൂഷക ഘൃതം സ്യൂട്ടബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഒബീസായിട്ടുള്ള പേഷ്യൻസിൽ നമുക്ക് പിത്തപ്രധാനമായിട്ടുള്ള ഒബീസായിട്ടുള്ള വാതരക്ത പേഷ്യൻസിൽ നമുക്ക് പരൂഷക ഘൃതം ഡയറക്റ്റായി കൊടുക്കാം. കാരണം അയാൾക്ക് സ്നേഹനം ചെയ്യുന്നതേ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഒബീസായിട്ടുള്ള ആൾക്കാരിൽ. എന്നാലും കൊടുത്തേ തീരുള്ളൂ എന്നാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഈ ലഘുഗുണം, കഷായരസം, രൂക്ഷത, ശരീരത്തിൽ സ്നിഗ്ധത കൂടാതിരിക്കാൻ സഹായിക്കും. ഇനി ജീവനീയ ഘൃതം നോക്കുകയാണെങ്കിൽ അത് ഗുരു സ്നിഗ്ധമാണ്. അതായത് പിത്ത പ്രഡോമിനൻ്റ് ആയിട്ടുള്ള വാതരക്തത്തിൽ നമുക്ക് ജീവനീയ ഘൃതം ഉപയോഗിക്കാം. വാത പ്രഡോമിനൻ്റ് ആയിട്ടുള്ള അതേപോലെ നമ്മൾ ജീവനീയ ഘൃതത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ജീവനീയ ഘൃതം മധുര വിഭാഗമാണ്, ഗുരുസ്നിഗ്ധവുമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പിത്തത്തിനെ കുറയ്ക്കും ഓട്ടോമാറ്റിക്കലി. എന്നാൽ വാദത്തിനെയും കുറയ്ക്കാനുള്ള കഴിവുണ്ട്, കാരണം അത് ഗുരുവും സ്നിഗ്ധവുമാണ്. ഗുരു സ്നിഗ്ധം എന്ന് പറയുന്നത് വാദത്തിനെ കുറയ്ക്കുന്ന പ്രോപ്പർട്ടികളാണ്. അപ്പോൾ പിത്താധികമായിട്ടുള്ള വാതരക്തത്തിൽ വാദത്തിൻ്റെയും കൂടെ അസോസിയേഷൻ ഉണ്ടെങ്കിലോ, അതേപോലെ തന്നെ ജീവനീയ ഘൃതം രസായനവും ബല്യവും കൂടിയായിട്ടുള്ള ഒരു ഘൃതമാണ്. അപ്പോൾ പേഷ്യൻ്റ് നല്ല ലീനാണ്, അഥവാ കൃശനാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? ജീവനീയ ഘൃതം ചൂസ് ചെയ്യണം. ഇങ്ങനെയാണ് പരൂഷക ഘൃതവും ജീവനീയ ഘൃതവും ഇതിലേത് വേണം സ്നേഹനത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി സ്നേഹനത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി സ്വേദനം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ സ്വേദനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീക്ഷ്ണമായിട്ടുള്ള സ്വേദനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം സ്വേദനം എന്ന് പറയുന്നത് പിത്തത്തിനെ കൂട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പിത്തവും രക്തവും തമ്മിൽ ആശ്രയ സംബന്ധം ഉള്ളതുകൊണ്ട് പിത്തം കൂടിയ രക്തം കൂടുതലായി ദുഷിക്കും. അപ്പം നമ്മളെപ്പോഴും സ്വേദനം ചെയ്യേണ്ടത് മൃദുസ്വേദമായിരിക്കണം ചെയ്യേണ്ടത്. ഈ മൃദുസ്വേദത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ഉപനാഹസ്വേദമാണ്. പക്ഷേ ഉപനാഹസ്വേദം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അടുത്ത കൺഫ്യൂഷൻ, നമ്മൾ വാദികമായിട്ടുള്ള ഇതിൽ ഏത് ഡ്രഗുകൾ ഉപയോഗിക്കും, പിത്തമായിട്ടുള്ള ഇതിൽ ഏത് ഡ്രഗ് ഉപയോഗിക്കും, കവചമായിട്ടുള്ളതിൽ ഏത് ഡ്രഗ് ഉപയോഗിക്കും. ഇത് ടെക്സ്റ്റിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രഗുകളുടെ പേര് ഇത് അരച്ച്
പിന്നെ ഉപനാസ്വേദമായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിത്തത്തിൻ്റെ കേസ് വരുമ്പോഴത്തേനും ഈ ഡ്രഗുകളെല്ലാം ഉപയോഗിക്കുക. നമ്മൾ ഈ ഡ്രഗുകൾ ചുമ്മാ കാണാപ്പാടം പഠിക്കാൻ നിൽക്കരുത്. എന്തുകൊണ്ട് ആ ഡ്രഗ്, അതായത് ആ ഡ്രഗിന് എന്ത് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്, അതായത് ചുമ്മാ വാതഹര പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ഒരു ഡ്രഗ് അരച്ച് ചേർക്കുന്നു എന്ന് കാണാപ്പാടം പഠിക്കരുത്. എല്ലാം വാതഹരം ആയതുകൊണ്ടാണ് വാദത്തിൻ്റെ താഴെ അത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പിത്തഹരം ആയതുകൊണ്ടാണ് വേറെ കുറച്ച് സെറ്റ് ഓഫ് ഡ്രഗ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഓരോ ഡ്രഗുകളും ഓരോ അവസ്ഥകൾക്കനുസരിച്ചാണ് വാദത്തിൽ തന്നെ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാദദോഷത്തിനെ ശമിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ഡ്രഗ് എന്ന് പറയുന്നത് സ്നിഗ്ധമായിരിക്കണം, ഉഷ്ണമായിരിക്കണം, അതേസമയം വാതഹര പ്രോപ്പർട്ടി വാതഹര നേച്ചറുള്ള ഡ്രഗും ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് ഡ്രഗ് നോക്കാം. ബല, മാഷ, രാസ്ന, ഏരണ്ട, ഇത് 4 എന്താണ്, വാദത്തിനെ കുറയ്ക്കുന്ന ഡ്രഗുകളാണ്. നിങ്ങൾ ബലയും മാഷയും വാദത്തിനെ കുറയ്ക്കുന്ന ഡ്രഗാണ്. അപ്പോൾ വാതരക്തത്തിന് വാദികമായിട്ടുള്ള വാതരക്തത്തിൽ ബല, മാഷ, ഉപനാസ്വേദം എന്ന് കാണാപ്പാടം പഠിച്ചിട്ട് നിങ്ങളിത് ഏത് വാദപ്രധാനമായിട്ടുള്ള പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിത് പ്രയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ അസുഖം മാറും, ചില ആൾക്കാരുടെ അസുഖം മാറില്ല. എന്നാൽ ചില ആൾക്കാരുടെ അസുഖം കോംപ്ലിക്കേറ്റഡും ആവാം. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. നമ്മൾ ഓരോ ഡ്രഗിൻ്റെയും രസപഞ്ചകം അറിഞ്ഞിരിക്കണം. അതായത് ബല എന്ന് പറയുന്നത് ഗുരു, സ്നിഗ്ധ, മധുര, ശീതമായിട്ടുള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ ഗുരുവും സ്നിഗ്ധവും മധുരവും ശീതവും ഈ 4 പ്രോപ്പർട്ടിയും എന്തിനെ കുറയ്ക്കുന്നതാണ്? വാദത്തിനെ കുറയ്ക്കും. എന്നാൽ വാദത്തിനെ കുറയ്ക്കാൻ മാത്രമല്ല, വാദവും പിത്തവും ദുഷിച്ചിരിക്കുന്ന പേഷ്യൻസിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഡ്രഗ് ഉപയോഗിക്കാം. കാരണം എന്താ? സ്നിഗ്ധ ഗുണവും മധുര ഗുണവും ശീതഗുണവും എന്തിനെ കുറയ്ക്കും? പിത്തത്തിനെ കുറയ്ക്കും. എന്നാൽ ഇത് ഏത് പേഷ്യൻറ്റിൽ കുറയ്ക്കരുത്? വാദമാണ് മെയിൻ ദോഷ. എന്നാൽ വാദത്തിൻ്റെ ഒപ്പം കഫദുഷ്ടിയും കൂടിയുള്ള ഒരു പേഷ്യൻറ്റിനാണ് നിങ്ങൾ വാദികമായിട്ടുള്ളതിൽ ബല എന്ന് കാണാപ്പാടം പഠിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അസുഖം മാറ്റില്ല. കാരണം ഇവിടെ ബല എന്ന് പറയുന്ന ഡ്രഗ് ഗുരു സ്നിഗ്ധമാണ്. അപ്പോൾ ഗുരു നേച്ചർ ഉള്ളത് കൊണ്ട് വാദകവചമായിട്ടുള്ള പേഷ്യൻസിൽ നമ്മളിത് ഉപയോഗിക്കരുത്. പിന്നെ ഇത് ഗുരുവും സ്നിഗ്ധവും ആയതുകൊണ്ട് ഇനി പേഷ്യൻസിൻ്റെ പ്രകൃതി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗുരു സ്നിഗ്ധ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കൃശനായിട്ടുള്ള രോഗികളിൽ നമുക്ക് ഈ ബല ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം. മാഷ എന്ന് പറയുന്നതും ഗുരു, സ്നിഗ്ധ, മധുര, എന്നാൽ ഉഷ്ണഗുണമുള്ളതാണ്. ഉഷ്ണഗുണം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഗുരു, സ്നിഗ്ധ, മധുര, ഉഷ്ണ ഈ പ്രോപ്പർട്ടികളെല്ലാം പിന്നെ ഗുരു ഒഴിച്ച് ബാക്കിയുള്ള പ്രോപ്പർട്ടികളെല്ലാം ഗുരു, സ്നിഗ്ധ, മധുര, ഉഷ്ണ ഈ 4 പ്രോപ്പർട്ടിയും വാദത്തിനെ കുറയ്ക്കും. എന്നാൽ ഇത് വാദത്തിനെ കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം കഫം, അതായത് കഫം അസോസിയേറ്റഡ് ആണെങ്കിലും അത്തരത്തിലുള്ള പേഷ്യൻസിന് നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റും. കാരണം ഇതിന് ഉഷ്ണവീര്യം ഉള്ളത് കൊണ്ട് ഇത് കഫത്തിനെ കുറച്ചോളും. എന്നാൽ ഉഷ്ണവീര്യം ഉള്ളത് കൊണ്ട് ഇത് വാദപൈത്തികമായിട്ടുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാനും പാടില്ല. അങ്ങനെ വേണം ഡ്രഗിനെ മനസ്സിലാക്കാൻ. ഇത് ഈ ബലയെന്നും മാഷയെന്നും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വാദകരമായിട്ടുള്ള ഡ്രഗാണ് രാസ്ന. എന്തുകൊണ്ടെന്നാൽ ബലയും മാഷയും നമ്മൾ പഠിച്ചു ഗുരു സ്നിഗ്ധമാണെന്ന്. എന്നാൽ രാസ്ന എന്ന് പറയുന്നത് ലഘുസ്നിഗ്ധമായിട്ടുള്ള ഒരു ഡ്രഗാണ്. ലഘുസ്നിഗ്ധവുമാണ്, ഉഷ്ണവീര്യവുമാണ്, കടുവിഭാഗവുമാണ്. അതായത് എൻറ്റയർലി ഓപ്പോസിറ്റാണ്. എന്നാൽ വാദത്തിനെ കുറയ്ക്കുകയും ചെയ്യും. അപ്പം ഇത് ഏത് പേഷ്യൻസിലാണ് ഉപയോഗിക്കേണ്ടത്? പ്രധാനമായിട്ടും വാദകഫ ഈ പ്രഡോമിനൻ്റ് ആയിട്ടുള്ള വാതരക്ത പേഷ്യൻസിന് നമ്മൾ മാഷ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് രാസ്നയായിരിക്കും. അപ്പോൾ വാദകഫത്തിൽ തന്നെ നമുക്ക് 2 കിട്ടി. മാഷ ഉപയോഗിക്കാം, രാസ്ന ഉപയോഗിക്കാം.
ഇതിലേത് തിരഞ്ഞെടുക്കുന്ന എങ്ങനെ തിരഞ്ഞെടുക്കും? അതും തീരുമാനിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ പ്രകൃതി നോക്കിയിട്ടാണ്. അതായത് മാഷ ഗുരുസ്നിഗ്ധമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാതകഫപ്രധാനമായിട്ടുള്ള ലീൻ പേഷ്യൻസിന്, കൃശനായിട്ടുള്ള പേഷ്യൻസിന് വേണം ഉപയോഗിക്കാൻ. അതേ കണക്കിന് നോക്കിയാൽ രാസ്ന ലഘുസ്നിഗ്ധമായതുകൊണ്ടും ഉഷ്ണമായതുകൊണ്ടും നമുക്ക് ഏത് പേഷ്യൻസിൽ ഉപയോഗിക്കാം? കടുവിഭാഗവും ഉള്ളതുകൊണ്ട് ഒബീസായിട്ടുള്ള പേഷ്യൻസിൽ ഉപയോഗിക്കാം. ഓർക്കുക, നിങ്ങൾ ഈ ഗുണങ്ങൾ അനലൈസ് ചെയ്യുക. അതായത് മാഷയും രാസ്നവും രണ്ടും വാതകഫമാണ്. അപ്പോൾ ഇതിൽ ഒന്ന് കൂടുതൽ നല്ലത്, ഒന്ന് കുറച്ച് നല്ലത് എന്നൊന്നുമില്ല. നമ്മളടുത്തുള്ള പേഷ്യൻറ്റിനെ ഇതാക്കണം. അതായത് ദശവിധ പരീക്ഷയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ പ്രകൃതിയാണ്. അത് ചുമ്മാ പറഞ്ഞിരിക്കുന്നതല്ല. നമ്മളെല്ലാവരും കാണാപ്പാടം പഠിച്ച് പ്രകൃതിദസ്ത വികൃതിദസ്ത എന്ന് ചുമ്മാ പറഞ്ഞ് പാടിപ്പോവുമെങ്കിലും ആ പ്രകൃതി എന്ന് പറയുന്നത് ഈ ഡ്രഗ് സെലക്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതായത് വാത കഫ ദുഷ്ടിയുള്ള 2 പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. ഒരാൾ ലീനാണ്, ഒരാൾ ഒബീസാണ്. അപ്പോൾ വാതകഫത്തിനെ കുറയ്ക്കുന്ന 2 ഡ്രഗുകളാണ് മാഷയും രാസ്നയും. ഇതിലേത് ആർക്ക് കൊടുക്കും എന്ന് മനസ്സിലാക്കാൻ ഈ ഗുണം ഉപയോഗിക്കണം. ഗുരു സ്നിഗ്ധ ഗുണമുള്ള മാഷ ലീനായിട്ടുള്ള ആൾക്കും ലഘുസ്നിഗ്ധ കടുവിഭാഗമുള്ള ഡ്രഗ് നമ്മൾ ഒബീസായിട്ടുള്ള പേഷ്യൻറ്റിനും കൊടുക്കണം. ഇനി പ്യുവർലി വാദമാണ്, അതായത് ഒരു തരത്തിലുള്ള പിത്തത്തിൻ്റെ പ്രിഡോമിനൻസും ഇല്ല, വാദമാണ് നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? A2 ഉപയോഗിക്കാം. കാരണം വാദത്തിൻ്റെ എല്ലാ ഗുണങ്ങളുടെയും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ് A2-ത്തിനുള്ളത്. ലഘുവിന് ഓപ്പോസിറ്റായി A2 ഗുരുവാണ്, സ്നിഗ്ധമാണ്, സരവുമാണ്, മധുരമാണ്, ഉഷ്ണവുമാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് സരഗുണം പറഞ്ഞിട്ടുണ്ട്. ഈ സരഗുണം ഉള്ളതുകൊണ്ട് A2 വാദ അനുലോമനത്തിനും സഹായിക്കും. അതായത് വാദം ഓൾറെഡി കെട്ടിക്കിടക്കുന്നതാണല്ലോ, ഒരു ആവരണം മൂലം അവിടെ കെട്ടിക്കിടക്കുന്നതാണ് ഈ വേദനയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സംപ്രാപ്തിയിൽ. അപ്പോൾ ആ സ്രോതോശോധനമായിട്ട്, അതായത് വാദത്തിൻ്റെ ഒഴുക്കിനെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്കാക്കാൻ ഈ സരഗുണം സഹായിക്കും A2-ത്തിൻ്റെ. ഇതിനെയാണ് സംപ്രാപ്തി വിഘടനം എന്ന് പറയുന്നത്. നമ്മൾ ചികിത്സേൻ്റെ ഡെഫിനിഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സംപ്രാപ്തി വിഘടനമാണ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ.